ഹായ് ഹലോ വെൽക്കം ടു ത്രെഡ് നീഡിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഐശ്വര്യ. നമ്മുടെ ഈ ചാനലിൽ സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറി, ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച്, ലൈഫ് സ്റ്റൈൽ, ഫാഷൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ ഒരു എംബ്രോയ്ഡറിയാണ് കാണുന്നത്. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ യോക്ക് പാർട്ടിലുള്ള എംബ്രോയ്ഡറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണണം ഇതിന് മുന്നേ ആയിട്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് സ്കേർട്ടിൽ വരുന്നൊരു എംബ്രോയ്ഡറിയാണ് ചെയ്യുന്നത്. ചെറിയൊരു എംബ്രോയ്ഡറിയാണ് ഇത്. ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് സ്കേർട്ടിൻ്റെ ബോട്ടം പാർട്ടിൽ നിന്ന് കുറച്ച് മുകളിലേക്ക്, അതായത് ഒരു 3 3.5 ഇഞ്ച് നിങ്ങൾക്ക് എവിടാണോ എംബ്രോയ്ഡറി വേണ്ടതെന്ന് നോക്കിയിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 ഇഞ്ച് മുകളിലായിട്ടാണ് ഫ്രീ ഹാൻഡായിട്ട് ഒരു ചെറിയ 3 ഫ്ലവേഴ്സ് വരുന്ന സ്റ്റെമ്മും വരുന്നതായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിൽ 3 സ്ഥലങ്ങളിലായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എംബ്രോയ്ഡറി ചെയ്യാണ്. എംബ്രോയ്ഡറി ആദ്യം ചെയ്യുന്ന ഗ്രീൻ സ്റ്റെമ്മ് ചെയ്യാനായിട്ട് 2 സ്ട്രാൻഡ്സിൽ ഗ്രീൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. നോർമൽ ഒരു നീഡിലാണ് എടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ എല്ലാ സ്റ്റിച്ചും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നോർമൽ നീഡിൽ ലീഫ് ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് എങ്ങനെ ലീഫ് പെട്ടെന്ന് ഇങ്ങനെയുള്ള എംബ്രോയ്ഡറികൾ ബിഗിനേഴ്സിന് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വി ഷേപ്പിൽ നമ്മൾ പുറം ഭാഗത്ത് ലീഫ് എങ്ങനെയാണോ വരച്ചേക്കുന്നത് അതിൻ്റെ ഏറ്റവും അറ്റഭാഗത്തുനിന്ന് ആദ്യമേ കുത്തിയെടുത്ത് അകത്തേക്ക് സ്റ്റെമ്മിൻ്റെ അടുത്തുള്ള ഭാഗത്തേക്ക് കുത്തിയിറക്കുക. അങ്ങനെ നടുഭാഗത്തുനിന്ന് വി പോലെ താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ലീഫിൻ്റെ ഷേപ്പ് ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ലീഫിൻ്റെ ഷേപ്പ് ഫുള്ളായെന്ന് തോന്നുന്നിടം വരെ നമ്മൾ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ലീഫിൻ്റെ ഷേപ്പ് ആയി വരുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ബിഗിനേഴ്സ് ആദ്യമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ലീഫ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതുപോലെ സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത് ആദ്യം ഒരു സ്ഥലത്ത് നമ്മൾ താഴേക്ക് കുത്തിയിറക്കുക. ആ നൂല് നമ്മൾ താഴേക്ക് വലിച്ച് എടുക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ നടുഭാഗത്തുനിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ഈവനായിട്ട് ലൈന് നമുക്ക് കറക്റ്റ് ലൈനായിട്ട് തന്നെ എങ്ങനെയാണോ നമ്മൾ വരച്ചേക്കുന്നത് അതുപോലെ കിട്ടും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാടങ്ങ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിൽ. ഞാനിവിടെ 2 സ്ട്രാൻഡ്സിലാണ് നൂലെടുത്തേക്കുന്നത്. അത് ഒരു തവണ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. 2 സ്ട്രാൻഡ്സിൽ എടുക്കാൻ കാരണം ഞാൻ വരച്ചേക്കുന്ന ഡയഗ്രാം ചെറുതായതുകൊണ്ടാണ് 2 സ്ട്രാൻഡ്സിൽ എടുക്കുന്നത്. നമ്മുടെ ഡയഗ്രത്തിനനുസരിച്ചാണ് നമ്മൾ നൂലിൻ്റെ എണ്ണം എടുക്കേണ്ടത്. ഒരുപാട് കനത്തിലെടുത്ത ചെറിയ പടം നമ്മൾ വരയ്ക്കുന്ന പാറ്റേൺ ചെറുതാണെങ്കിൽ ഒരുപാട് കനത്തിൽ നൂലെടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബൾക്കിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ചെറിയ പാറ്റേണുകൾക്ക് കുറച്ച് നൂല് എടുക്കുക. 2 സ്ട്രാൻഡ്സിലൊക്കെ നൂലെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ ഇതിനിടയ്ക്ക്. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഇതാദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്നും കൂടെ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റിയോ, എങ്ങനെ ഉണ്ടായിരുന്നെന്നും കൂടെ ഒന്ന് പറയണേ. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണാത്തവർ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ ഏതൊക്കെ വീഡിയോസ്, എന്തൊക്കെ ടൈപ്പിലുള്ള സ്റ്റിച്ചിങ് വീഡിയോസാണ് കാണാൻ താല്പര്യമുള്ളതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനും കൂടെ നോക്കിയിട്ട് എനിക്ക് അതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ഏതൊക്കെ തരത്തിലിടണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, ഞാൻ പറയുന്നത് ശരിയാണോ, സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള വീഡിയോസാണോ ഞാൻ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനിയും ഇത് കുട്ടികളുടെ ഇടാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അതുപോലെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും പാറ്റേൺസും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇനി വരുന്നുണ്ട്. ടോപ്പ്, ബ്ലൗസ് പോലുള്ള സ്റ്റിച്ചിങ്ങൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏറ്റവും വ്യക്തമായിട്ടുള്ള രീതിയിൽ ബിഗിനേഴ്സിനും
സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്നത് വലിച്ചു നീട്ടുന്നതാണോ അതോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ലീഫ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വീണ്ടും അതേപോലെ തന്നെ 2 സ്ട്രാൻഡ്സിൽ തന്നെ ഗ്രീൻ ത്രെഡ് എടുത്തിട്ടാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചുകളൊന്നുമില്ല. സിമ്പിളായിട്ട് ഏത് കുഞ്ഞു കുട്ടികൾക്ക് പോലും തയ്ച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിച്ച് മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ എംബ്രോയ്ഡറി ഇട്ടത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം. അതുപോലെ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണേ. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രോക്ക് 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അതും കാണാത്തവരൊന്ന് പോയി കാണണം, എന്നിട്ട് പറയണം എങ്ങനെ ഉണ്ടെന്നേ. നേരത്തെ ഒരു തവണ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സ്റ്റെം സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. ഏറ്റവും അറ്റഭാഗത്തുനിന്ന് ഇല ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വി പോലെ താഴേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇവിടെ ഫ്ലവറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്ലവറിന് വേണ്ടിയിട്ട് സെയിം ഞാൻ 2 സ്ട്രാൻഡ്സിലാണ് വൈറ്റ് ത്രെഡ് എടുത്തേക്കുന്നത്. ഞാൻ റംഗോളി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ത്രെഡാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണം, വേറെ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ആങ്കറിൻ്റെ ത്രെഡുണ്ട്, റംഗോളിയുടെ ത്രെഡുണ്ട്. ഏതായാലും കുഴപ്പമില്ല. 2 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. ലീഫ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഏറ്റവും അറ്റഭാഗത്തുനിന്ന് ഉള്ളിലേക്കാണ് പെറ്റൽ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നാലാണ് പെറ്റലിൻ്റെ അറ്റഭാഗത്ത് കുറേയും കൂടെ നല്ല ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബോർഡർ വരച്ചെടുത്ത് അറ്റഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇടയ്ക്ക് നീളം കൂടുതൽ ഇടയ്ക്ക് നീളം കുറവുമായിട്ടാണ് പെറ്റൽ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ലീഫ് പോലെയല്ല, കുറച്ചൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം ഒരെണ്ണം നീളത്തിലാണ് എന്ന് വെച്ചാൽ ഫുൾ ലെങ്ത്തിൽ ഏറ്റവും അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് ചെറുതായിട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഫുൾ ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം കുറേയും കൂടെ ഫില്ലായി കിട്ടും. ഇല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പ് വരും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനകത്ത്. കാരണം പെറ്റൽ റൗണ്ട് ഷേപ്പിലിരിക്കുന്നതുകൊണ്ട് ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഷേപ്പായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എംബ്രോയ്ഡറി അറിയാവുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിക്സ് പറഞ്ഞിരുന്നത്. ആദ്യം ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്റ്റിച്ചുകൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നീളത്തിൽ സ്റ്റിച്ച് കൊടുക്കുക. ഒന്നിടവിട്ടായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെറ്റലിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ആയി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ബിഗിനേഴ്സിനും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ചെറിയൊരു എംബ്രോയ്ഡറിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യോഗ് പാർട്ടിലുള്ള എംബ്രോയ്ഡറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി കാണണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.